ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വർക്ക് റെനോൾട്ട് കിഡ്. അപ്പോൾ കിഡിന് കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ വണ്ടി ഓടിച്ച് എവിടെയൊക്കെ പോയി ഓടിച്ച് വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ ഫാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് സാധാരണ ചിലതൊരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ വർക്ക് ആവും, ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി. ഇത് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ വർക്ക് ആവും. അതാണ് കസ്റ്റമർ കംപ്ലൈന്റ്. പക്ഷെ കൂളന്റും കാര്യങ്ങളും ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ഫാൻ വർക്ക് ആവുന്നുണ്ട്, ചില സമയത്ത് കട്ട് ഓഫ് ആവുന്നുണ്ട്. വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ലോങ് ഓടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വർക്കാവും. ആ കംപ്ലൈന്റ്. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്തും കസ്റ്റമർ ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ടും മുന്നേ കസ്റ്റമർ അതിന്റെ വാട്ടർ പമ്പ് മാറിയിട്ടുണ്ട്, തെർമോസ്റ്റാറ്റ് ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ മാറി. ഇത്രയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് കുളഞ്ചിരിക്കും കാര്യങ്ങൾ എവിടെയൊന്നുമില്ല. വണ്ടി പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അപ്പൊ ടെമ്പറേച്ചർ ആ സമയത്ത് ഫാൻ വർക്ക് ആവുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഫാന് ഓഫ് ആവുന്നുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്ത് സ്കാനർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം ആ ടെമ്പറേച്ചർ ആ സമയത്ത് ഫാൻ ഓണായി. പക്ഷെ ആ ഓണായ സമയത്ത് ടെമ്പറേച്ചർ താഴണം. പക്ഷെ ഇത് നേരെ കൂടുകയാണ്. അതായത് 99 ഫാൻ വർക്കായി, ജസ്റ്റ് ഒരു പൊടിക്ക് കൂടും, എന്നിട്ട് പെട്ടെന്ന് താവുക. പക്ഷെ ഇത് 100, 101 വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിൽ അതൊരു AC ഒക്കെ ഇട്ട് ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 106 വരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ടെമ്പറേച്ചർ. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. ഫാൻ വർക്കായി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കായി താണം. അതായത് 99 നേരെ 95 കട്ട് ഓഫ് അവിടെ താവണം. പക്ഷെ ഇത് നേരെ മുകളിലേക്ക് കയറി പോകണം. അതുകൊണ്ടാണ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ വർക്കാണ്. ആ ടെമ്പറേച്ചർ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഫാന് വർക്കായോണ്ടിരിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വർക്കായോണ്ടിരിക്കുന്നത്. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ ഓഫ് ആവും കേട്ടോ. അങ്ങനെ ചെക്ക് ചെയ്ത് അവസാനം നമുക്ക് കംപ്ലൈന്റ് കിട്ടി. ഇതിന്റെ റേഡിയേറ്റർ ബ്ലോക്ക് ആണ്. അതെ, കൂളന്റിന്റെ ഫ്ലോ നടക്കാത്തതുകൊണ്ടാണ് ആ ഒരു ടെമ്പറേച്ചർ അങ്ങനെ കയറി വരുന്നത്. അപ്പൊ വാട്ടർ പമ്പ് തെർമോസ്റ്റാറ്റ് ഹൗസിങ് കാര്യങ്ങളൊക്കെ മാറിയോണ്ട് ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് റേഡിയേറ്റർ ആണ്. റേഡിയേറ്റർ ബ്ലോക്ക് ഉണ്ട്. അയച്ച് സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഇതിൽ ഞാൻ ബ്ലോക്ക് കാണിച്ചു തരാം. റേഡിയേറ്റർ മാറ്റില്ല, എന്താ അറിയണല്ലോ. അപ്പൊ റേഡിയേറ്റർ സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സർവീസ് ചെയ്യാൻ കൊടുത്ത് അഴിച്ച സമയത്ത് കണ്ട കാഴ്ചയുണ്ട്. ഇതിനകത്ത് ഇഷ്ടം പോലെ ബോണ്ടിന്റെ അംശങ്ങൾ, മുന്നേ ബോണ്ട് തേച്ച ബോണ്ടിന്റെ അംശങ്ങൾ ഇത് കയറി വന്നിട്ട് ഉള്ളിൽ കൂടെ കയറി വന്ന് റേഡിയേറ്ററിന് ഫുള്ള് ബ്ലോക്ക് ആയി കിടക്കണം. റേഡിയേറ്റർ ബ്ലോക്ക് ആണ്, അത്രയും ബ്ലോക്കാണ്. ഒരു സൈഡ് ഒന്നുമില്ല, ഏതെങ്കിലും ചെറിയ ഭാഗത്ത് കൂടെ കൂടെ സർക്കുലേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് അത് ഫുള്ളായിട്ട് ഓറിയിട്ട് ആവാത്തത്. ചില ഭാഗത്ത് കൂടി ചെറുതായിട്ട് ബോണ്ട് ഇത് വീട്ടിലും കാണാൻ പറ്റും. നല്ലപോലെ ബോണ്ട് കയറിയിട്ടുണ്ട്. അപ്പം ഇത് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. റേഡിയേറ്റർ മാറ്റില്ല, ഇത് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കും. കുത്തി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ റേഡിയേറ്ററിന് ടോപ്പ് അയച്ചുകൊണ്ടിരിക്കുക കേട്ടോ. റേഡിയേറ്റർ ക്ലീൻ ചെയ്ത് കൊടുത്ത അവിടുത്തെ വീഡിയോ ആണ്. അതിന് ടോപ്പ് അയച്ചു കഴിഞ്ഞാൽ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അയച്ചു കഴിഞ്ഞാലാണ് ഈ ഒരു ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ.